40 വയസ്സുള്ള അമ്മയും 17 വയസ്സുള്ള മകനും ഒരേ കോളേജിലെ വിദ്യാർത്ഥികളായി. കോതമംഗലം MA കോളേജിലാണ് ഈ അപൂർവത. പോത്താനിക്കാട് സ്വദേശി പൂർണിമയും മകൻ വൈഷ്ണവും ഇപ്പോൾ കോളേജിലെ താരങ്ങളാണ്. പഠിക്കണമെന്ന തീവ്രമായ ആഗ്രഹമാണ് പൂർണിമയെ ഈ പ്രായത്തിലും കോളേജിൽ എത്തിച്ചത്. പോത്താനിക്കാട് മാവുടി കൊച്ചുപുരയ്ക്കൽ ബിനുവിന്റെ ഭാര്യയാണ് പൂർണിമ രഘു. പ്രായം 40-ലെത്തി. കോളേജിൽ പോയി പഠിക്കണമെന്ന പൂർണിമയുടെ മോഹം സഫലീകരിക്കപ്പെട്ടത് ഇപ്പോഴാണ്. ഇപ്പോൾ MA കോളേജിൽ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ് പൂർണിമ. കൗതുകം ഇതുമാത്രമല്ല, മൂത്ത മകൻ വൈഷ്ണവും ഇതേ കോളേജിലെ BCom വിദ്യാർത്ഥിയാണ്. ഈ വർഷമാണ് രണ്ടുപേരും കോളേജിൽ ചേർന്നത്. വർഷങ്ങൾക്ക് മുൻപ് +2-ൽ പഠനം നിർത്തിയതാണ്. എന്നാലും ഡിഗ്രി ചെയ്യണമെന്ന ആഗ്രഹം ഉള്ളിലൊതുക്കി. ഭർത്തൃമതിയും 2 മക്കളുടെ അമ്മയുമായപ്പോഴും ആ മോഹം ഉപേക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ട് ഈ പ്രായത്തിൽ കോളേജിൽ ചേർന്നു എന്ന ചോദ്യത്തിന് പൂർണിമയുടെ ഉത്തരം ഇങ്ങനെ: ഇപ്പൊ പഠിക്കാൻ തോന്നിയതിന്റെ കാരണം എന്ന് വെച്ചാൽ പഠിക്കാൻ തോന്നിയിട്ട് ഒരുപാട് നാളുകളായി. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്, സ്വപ്നമാണ്, തീവ്രമായ ഒരു ആഗ്രഹമാണ് പഠിക്കുക എന്നുള്ളത്. അതിനുള്ള സാഹചര്യങ്ങള് ഇതുവരെയും ഒത്തു വന്നില്ല. ഇപ്പോ പഠിക്കാൻ സാഹചര്യങ്ങൾ ഒത്തു വന്നു, ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. വളരെ സന്തോഷമാണ്. പിള്ളേരുടെ കൂടെയുള്ള ഒരു ഒത്തുചേരലും പിള്ളേരുമായിട്ടുള്ള ഇടപെടലും വളരെ നമ്മൾ ചെറുപ്പമായിട്ട് തോന്നും. നല്ല സന്തോഷമാണ്. കൂട്ടത്തിൽ മോന്റെ കൂടെയുള്ള പഠിത്തവും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലാണ് സന്തോഷം. മകൻ വൈഷ്ണവ് BCom വിദ്യാർത്ഥിയാണ്. ഫുട്ബോൾ താരമായ വൈഷ്ണവ് സ്പോർട്സ് ക്വാട്ടയിലാണ് അഡ്മിഷൻ നേടിയത്. അമ്മയും മകനും ഇപ്പോൾ കോളേജിൽ താരങ്ങളായി മാറിയിരിക്കുകയാണ്. പഠിക്കണമെന്ന ആഗ്രഹത്തിന് ഭർത്താവ് നൽകിയ പൂർണ്ണ പിന്തുണയാണ് പൂർണിമയുടെ മോഹസാക്ഷാത്കാരത്തിന് വഴിയൊരുക്കിയത്. മക്കളും മറ്റു അടുപ്പക്കാരും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. KSRTCയിൽ കണ്ടക്ടറായ ഭർത്താവ് ജോലിക്ക് പോവുകയും മക്കൾ പഠിക്കാൻ പോവുകയും ചെയ്യുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നത് ഒഴിവാക്കാനായതും നേട്ടമായി. ന്യൂജൻ കുട്ടികളോടൊപ്പമുള്ള കോളേജ് ജീവിതം ആസ്വാദികരമാണെന്ന് പൂർണിമ പറഞ്ഞു. സഹപാഠികളും അധ്യാപകരും ഏറെ സ്നേഹത്തോടെ ഇടപഴകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മകൻ ഒപ്പമുള്ളതും പൂർണിമയ്ക്ക് സന്തോഷം നൽകുന്നു. ചെന്നിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഹാപ്പിയായ ലോകത്തെത്തും പോലെയുള്ള ഒരു അനുഭവമാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കാണുന്ന ഒരു കാര്യമാണല്ലോ കോളേജ് ക്യാമ്പസിൽ പോകാന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പം ചെന്നപ്പോൾ ഉള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മോൻ്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ നമ്മളും അത്രത്തോളം തന്നെ ചെറുതായ പോലത്തെ ഒരു ഫീലിംഗാണ് മനസ്സിൽ. ഭയങ്കര എന്താ പറയണേ, ഇപ്പോഴത്തെ പിള്ളേരുടെ ആ ട്രെൻഡിനൊപ്പം ഒക്കെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർ നമ്മളോട് അടുക്കുവോ ഇടപഴകുവോ നമ്മുടെ ഒപ്പം കൂട്ടുകൂടുമോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ എല്ലാവരും. പിള്ളേരായാലും ടീച്ചേഴ്സ് ആയാലും എല്ലാ സ്റ്റാഫുകളും ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. ഈ പ്രായത്തിൽ പഠിക്കാൻ ചെന്നതിൻ്റെ ഒരു റെസ്പെക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷനും ഒക്കെ തരുന്നുണ്ട്. പിന്നെ മോൻ്റെ കൂടെ തന്നെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നുണ്ട്. അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരും ഭയങ്കര ഹാപ്പിയാണ്. പിള്ളേരൊക്കെ നമ്മളോട് വന്ന് ആൻറ്റി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ. CPMന്റെ കീരമ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ മുൻ സെക്രട്ടറി EP രഘുവിന്റെയും അങ്കണവാടി ജീവനക്കാരിയായിരുന്ന പുഷ്പയുടെയും മകളാണ് പൂർണിമ. അവരും പൂർണിമയുടെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. പോത്താനിക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ 6ാം ക്ലാസ്സുകാരൻ വൈഭവ് ദേവാണ് ഇളയ മകൻ. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.